കുറച്ച് പീലിയൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ എന്താണെന്ന് സംശയമുള്ളവർ നമ്മൾ ടീം ആദിപരാശക്തി പത്തിയൂറിന് വേണ്ടി പുതിയൊരു പ്രോപ്പർട്ടി റെഡിയാക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയുള്ള ഐറ്റമാണ്. അപ്പോൾ എന്താണെന്നൊക്കെ ഉള്ളത് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഒപ്പം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇവിടെ കാർഡ്ബോർഡ് ആണ് ബേസ് ആയിട്ട് എടുത്തേക്കുന്നത്. കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് നമ്മൾ ആരാണോ അത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കുട്ടികളെ ഹൈറ്റ് എടുത്തിട്ട് ആ ഒരു ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പീലി കായംകുളത്തു നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. 100 ഗ്രാമിന് ഏകദേശം 300 രൂപ വില വന്നിട്ടുണ്ട് നമുക്ക് ഈ പീലി. നമ്മൾ നല്ല പീലി നോക്കി സെലക്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടാക്കുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആരാണോ ഇത് ഉപയോഗിക്കുന്നത് അവർക്ക് വലിയ വെയിറ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയണം. അതേപോലെ മയിൽപ്പീലി ആകുമ്പോൾ ഒത്തിരി ലെങ്ത് ഉള്ള മയിൽപ്പീലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ടുപോകുമ്പം ഇവ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഭംഗി തോന്നണം. അതേപോലെ തന്നെ എന്നാൽ നമുക്ക് ഒത്തിരി കാലത്തേക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ മാക്സിമം ഇതിനെ ഉപയോഗപ്പെടുത്തുക, അതേപോലെ കൊണ്ടുപോകാനുള്ള സൗകര്യം നോക്കുക. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാർഡ്ബോർഡ് എടുത്തതിനകത്ത് ഹോൾ ഇടുകയാണ് 2 സൈഡിൽ. അത് ഷോൾഡറിൻ്റെ മേളിലൂടെ നമുക്ക് കയ്യിൽ ലോക്ക് ചെയ്ത് ഉപയോഗിക്കാത്ത, അതായത് ബാഗ് തോളിൽ ഇട്ടേക്കുന്ന രീതിയിൽ ഇത് പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഹോള് ഇടുന്നത്. നമ്മൾ ആക്സ ബ്ലേഡ് കൊണ്ട് തന്നെയാണ് ചെറിയ 2 ഹോളുകൾ ഇടുന്നത്. അത് എന്തിനാണ് എന്നുള്ളത് ബാക്കിയുള്ള പാർട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഹോള് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതാണ് ഈ രീതിയിൽ നമ്മളുടെ ഒട്ടിക്കുന്ന ടൈപ്പ് തയ്യൽ തുണിക്കടകളിലൊക്കെ ലഭിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റും. അതിൻ്റെ 2 സൈഡും ജോയിൻ്റ് ചെയ്ത് നമ്മളത് ഈ ഹോളിനകത്തൂടെ കടത്തി ഇതേ രീതിയിൽ ഇട്ടേപ്പുണ്ട്. ഇത് നമുക്ക് ഷോൾഡറിലൂടെ ബാഗ് തൂക്കിയിടുന്ന രീതിയിൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ വുഡ് ഫില്ല് ഒഴിച്ച് അത് നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പോർഷനൊക്കെ കവർ ചെയ്ത് വരുന്നതാണ്. പിന്നീട് ഇത് ഇളകി വരാത്ത രീതിയിലാണ് നമ്മളിപ്പം അത് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇട്ടേക്കുന്നത് തൊട്ട് താഴെ നമുക്ക് 2 ഹോളുകൾ കൂടി ഇട്ടേപ്പുണ്ട്. അതിനകത്തേക്കാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. ആ ഹോൾ വഴിയാണ്. അപ്പോൾ നമ്മളുടെ ബാഗിൻ്റെ വള്ളി കിടക്കുന്ന അതേ മെത്തേഡിലായിരിക്കും ഈ ഒരു വള്ളിയും കിടക്കുന്നത്. ഇനി ഈ ഹോളിലേക്കാണ് അടുത്തത് നമ്മൾ കയറ്റി ജോയിൻ്റ് ചെയ്ത് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത നമ്മൾ ഒരു ഫോം ഷീറ്റ് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് അതിൽ ബ്ലാക്ക് തുണി കവർ ചെയ്തിട്ടുണ്ട്. ഇത് ആ നമ്മൾ കട്ട് ചെയ്ത കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിക്കാനായിട്ടാണ്. ഇങ്ങനെ ആകുമ്പം നമുക്ക് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ചിലപ്പം കൈകൊട്ടിക്കളിയിലൊക്കെ ആകുമ്പം കുഞ്ഞുങ്ങളായിരിക്കും അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് പുറം നോക്കാതിരിക്കാനും കൂടിയാണ് നമ്മൾ ഫോം ഷീറ്റ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം ഫോം ഷീറ്റ് ആഡ് ചെയ്തിട്ട് ആ ഫോം ഷീറ്റിൻ്റെ ബാക്കിലാണ് മയിൽപ്പീലി നമ്മൾ ഒട്ടിക്കുന്നത്. നമ്മളിപ്പോൾ മയിൽപ്പീലി അതിൽ സെറ്റ് ചെയ്ത് വെച്ചു. വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ആ സമയത്ത്. നമ്മൾ കാർഡ്ബോർഡിൽ തുണി ഒട്ടിക്കുകയാണ്. തുണി ഒട്ടിക്കുമ്പോൾ നമ്മൾ ഹോളിട്ട് ഇട്ടിരുന്ന ആ ഒരു ഒട്ടിക്കുന്ന ബെൽറ്റ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പശയൊക്കെ നല്ലപോലെ ഇട്ട് വുഡ് ഫില്ല് ഒഴിച്ചാണ് എല്ലാം ഒട്ടിച്ച് സെറ്റാക്കുന്നത്. കാരണം പിന്നീട് ഇളകി വരരുത് പെട്ടെന്നൊന്നും. ഒരുപാട് നാൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ സാധിക്കണം. ആ രീതിയിൽ ആണ് നമ്മളത്. ഒരു ലെയർ മയിൽപ്പീലി നമ്മളിവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളറിൻ്റെ പുറത്ത് മയിൽപ്പീലി ഒട്ടിക്കുമ്പം നമുക്ക് ഒറ്റ ലെയർ ഒട്ടിച്ചാൽ തന്നെ അത് കവറായി കിട്ടും. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർത്ത നമ്മളുടെ പ്രോപ്പർട്ടിയാണ് ഡാൻസിൻ്റെ.
കണ്ട നമ്മൾ മയിൽപ്പീലിക്ക് ഒരുപാട് ലെങ്ത് കൊടുത്തിട്ടില്ല, കാരണം കൊണ്ടുപോകുമ്പം അത് പീലി ഒടിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഭംഗിയായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഫുള്ളായിട്ടുള്ള പ്രോപ്പർട്ടി ഇട്ടുകൊണ്ടുള്ള ഡാൻസിൻ്റെത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു ഫുൾ ഡേ ഇരുന്ന് ചെയ്ത് തീർത്തതാണ്. ബാക്ക് സൈഡ് കവർ ചെയ്തിട്ടുണ്ട്. അത് തോളിലിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് അരങ്ങിലെത്തിക്കഴിയുമ്പോൾ ഉള്ള വീഡിയോയും കൂടെ കാണാം.